ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്. ഏയ്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ MLA S രാജേന്ദ്രന്റെ കയ്യിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത കെട്ടിടത്തിൽ സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസ് തുറന്ന റവന്യൂ വകുപ്പ്. പരുന്തുപാറ കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കും. ജീവനക്കാരുടെ വിവരങ്ങൾ തേടി രേഖകൾ ഏറ്റെടുത്ത വിജിലൻസ്. കാട്ടാനക്കലിയിൽ വീണ്ടും സ്ത്രീ തൊഴിലാളിക്ക് പരിക്ക്. പരിക്കേറ്റത് മൂന്നാർ കടലാർ ഡിവിഷനിലെ ഷൈനിക്ക്. ആക്രമണം തോട്ടത്തിലേക്ക് പോകും വഴി. അഞ്ച് മാസമായി ശമ്പളമില്ല. പീരുമേട് പോപ്സ് കമ്പനിക്കെതിരെ ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധം. സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. മുൻ ദേവികുളം MLA S രാജേന്ദ്രനിൽ നിന്ന് ഏറ്റെടുത്ത കെട്ടിടം ഭൂപതിവ സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസാക്കി മാറ്റി റവന്യൂ വകുപ്പ്. 2023 ഏപ്രിൽ 20 ദേവികുളം LR തഹസിൽദാർ ഏറ്റെടുത്ത നടപടി ചോദ്യം ചെയ്ത S രാജേന്ദ്രൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പ് കെട്ടിടം ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസാക്കി മാറ്റിയത്. 2023 ഏപ്രിൽ 20 MG നഗറിലെ ഭൂമിയും വീടും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിനെ തുടർന്ന്
ദേവികുളം LR തഹസിൽദാർ ഏറ്റെടുത്തത്. ഈ ഭൂമിക്ക് പട്ടയമുണ്ടെന്നും എന്നാൽ പട്ടയത്തിൽ തെറ്റായ നമ്പറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇത് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് മുൻ MLA S. രാജേന്ദ്രൻ സബ് കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരിശോധനയിൽ രാജേന്ദ്രന്റെ കൈവശമുള്ള നമ്പറിൽ പട്ടയം നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തി. തുടർന്ന് അപേക്ഷ തള്ളി. ഇതേ തുടർന്ന് രാജേന്ദ്രൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ നൽകി. അപ്പീൽ തള്ളിയതിനെ തുടർന്നാണ് രാജേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി കൂടി രാജേന്ദ്രന്റെ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പ് സ്ഥലത്തെ കെട്ടിടം ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസാക്കി മാറ്റിയത്. സർവേ 912 പെട്ട ഒരു 8 സെന്റ് സ്ഥലം കയ്യേറിയതിന് ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്ത് ഒഴിപ്പിക്കാൻ ഉത്തരവാവുകയും 2023 ഏപ്രിൽ മാസത്തിൽ ആ സ്ഥലവും അതിലിരിക്കുന്ന കെട്ടിടവും ഒഴിപ്പിച്ച് സർക്കാർ കസ്റ്റഡിയിൽ എടുത്തതുമായിരുന്നു. ആ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ടായിരുന്നു. ആ കേസ് തള്ളിയതിനെ തുടർന്ന് സ്ഥലത്തുള്ള കെട്ടിടം ഇപ്പോൾ ഏറ്റെടുത്ത കെട്ടിടം LA സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇന്ന് LA തഹസിൽദാർക്ക് കൈമാറി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. മുമ്പ് റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ രാജേന്ദ്രൻ സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു തള്ളിയത്. ഭൂമി ഏറ്റെടുക്കൽ നടപടി മുമ്പേ നടത്തിയിട്ടുള്ളതാണെന്നും ഇപ്പോൾ ഈ ഭൂമിയിലുള്ള കെട്ടിടം LA സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി കൈമാറി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്പെഷ്യൽ തഹസിൽദാരുടെ കാര്യാലയമെന്ന് സൂചിപ്പിച്ച കെട്ടിടത്തിൽ റവന്യൂ വകുപ്പ് ബോർഡും സ്ഥാപിച്ചു. സിറ്റി വിഷൻ, അടിമാലി. പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കുവാൻ വിജിലൻസും രംഗത്ത്. റവന്യൂ ജീവനക്കാരെ സംബന്ധിച്ച വിവരങ്ങൾ വിജിലൻസ് തേടി. രേഖകളും എടുത്തിട്ടുണ്ട്. അതേസമയം ജില്ലാ ഭരണകൂടം പ്രദേശത്ത് ഏർപ്പെടുത്തിയിരുന്ന നിരോധനാജ്ഞ കാലാവധി അവസാനിച്ചു. എന്നാൽ ഇത് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടില്ല. പരുന്തുംപാറ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ്. മഞ്ചുമല വില്ലേജിലെ 441, പീരുമേട് വില്ലേജിലെ 534 എന്നീ സർവേ നമ്പറുകളിലെ പട്ടയങ്ങളുടെ രേഖകളടക്കം റവന്യൂ സംഘം പരിശോധിക്കുന്നുണ്ട്. നോട്ടീസ് നൽകിയവരുടെ ഹിയറിംഗും നടന്നുവരുന്നു. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ആദ്യം പരുന്തുംപാറയിൽ വൻകിട കയ്യേറ്റം നടന്നെന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിനു പിന്നാലെ ജില്ലാ ഭരണകൂടം ഡിജിറ്റൽ സർവേ നടത്തുകയും പട്ടയ സ്ഥല പരിശോധനകൾ ഉൾപ്പെടെ നടത്തുവാൻ പീരുമേട് താലൂക്കിന് പുറത്തുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വിജിലൻസും അന്വേഷണവുമായി രംഗത്തെത്തുന്നത്. പീരുമേട് താലൂക്ക് ഓഫീസിലും പീരുമേട് വില്ലേജ് ഓഫീസിലും കഴിഞ്ഞ ദിവസം വിജിലൻസ് വിഭാഗം പരിശോധനകൾ നടത്തി. ആരോപണ വിധേയരായ ചില റവന്യൂ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച വിവരങ്ങൾ തേടി. പീരുമേട് വില്ലേജിലെ ഭൂരേഖകളുടെ രജിസ്റ്ററും പരിശോധനയ്ക്കായി വിജിലൻസ് സംഘം ഏറ്റെടുത്തു. പരുന്തുംപാറയിൽ പട്ടയം നൽകുന്നതിനും പട്ടയ വസ്തുവിന്റെ അതിർത്തി നിർണ്ണയിക്കുന്നതിനും ചില ഉദ്യോഗസ്ഥർ അപേക്ഷകരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായി വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നു. തുടർന്നാണ് ഓഫീസുകളിലെ പരിശോധനകൾക്ക് പുറമെ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ചില റവന്യൂ ജീവനക്കാരെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും രേഖകൾ ഏറ്റെടുക്കുകയും ചെയ്തത്. ഭൂസ്വത്തുക്കൾ, വീട് നിർമ്മാണം എന്നിവയെ സംബന്ധിച്ചായിരുന്നു പ്രധാനമായും അന്വേഷണം. അതേസമയം റവന്യൂ വകുപ്പിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. നിലവിൽ മഞ്ചുമല വില്ലേജിലെ 441, പീരുമേട് വില്ലേജിലെ 534 എന്നീ സർവേ നമ്പറുകളിലെ പട്ടയ പരിശോധനയും ഡിജിറ്റൽ സർവേയും തുടരുന്നുണ്ട്. പട്ടയ രേഖകൾ ഹാജരാക്കുവാൻ 1000-ഓളം പേർക്കാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഹിയറിംഗും ആരംഭിച്ചു. കൂടാതെ പരുന്തുംപാറയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അനധികൃത മണ്ണെടുപ്പ് ഉൾപ്പെടെ തടയുന്നതിനും മേഖലയിലെ സർക്കാർ ഭൂമിയിലേക്ക് കയ്യേറ്റങ്ങൾ നടക്കാതിരിക്കുന്നതിനുമുള്ള ജാഗ്രത പുലർത്തുവാനും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം നിലനിൽക്കുകയാണ്. 2 സർവേ നമ്പറുകളിലും ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നു. ഈ 2 സർവേ നമ്പറുകളിലും സർക്കാർ ഭൂമി കയ്യേറ്റം വഴി വൻതോതിൽ നഷ്ടപ്പെട്ടതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത്. എന്നാൽ കാലാവധി കഴിഞ്ഞതോടെ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് ചൂണ്ടിക്കാട്ടി പീരുമേട് ഭൂരേഖ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. എന്നാൽ കാലാവധി അവസാനിച്ചുവെങ്കിലും നിരോധനാജ്ഞ പിൻവലിച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. സിറ്റി വിഷൻ, പീരുമേട്. മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ തോട്ടം തൊഴിലാളി സ്ത്രീക്ക് പരിക്കേറ്റു. മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ ഷൈനിക്കാണ് പരിക്കേറ്റത്. രാവിലെ തോട്ടത്തിലേക്ക് പോകുന്നതിനിടയിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ഷൈനിയെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് പരിക്കേറ്റ ഷൈനി ആശുപത്രിയിൽ ചികിത്സയിലാണ്.
ഇന്ന് രാവിലെയാണ് തോട്ടം തൊഴിലാളികൾക്ക് നേരെ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണമുണ്ടാകുന്നത്. മറ്റു തൊഴിലാളികൾക്കൊപ്പം ഷൈനിയും തോട്ടം തൊഴിലിനായി പോവുകയായിരുന്നു. ഏറ്റവും മുമ്പിലായിട്ടായിരുന്നു ഷൈനി നടന്നിരുന്നത്. റോഡിൽ നിന്നിരുന്ന ആനയെ ഷൈനി കണ്ടിരുന്നില്ല. ആനയുടെ മുമ്പിൽ അകപ്പെട്ടതോടെ ഷൈനി ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ആന തുമ്പിക്കൈ കൊണ്ട് ആക്രമിച്ചതായാണ് വിവരം. நான் நான் மேலே நின்று பார்த்துட்டு தான் நிற்கிறேன். பார்த்துட்டு நிற்கும் போதே என்ன செஞ்சு இது வந்ததில் உள்ள குப்புரை விழுந்துட்டேன். குப்புரை விழுந்தது வேற ஒன்றும் அதில் தான் லேசாக தரதான் பார்த்தேன். ആക്രമണശേഷം ഇവിടെ നിന്നും ആന പിൻവാങ്ങി. സംഭവശേഷം പരിക്കേറ്റ ഷൈനിയെ മൂന്നാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനൽക്കാലം ആരംഭിച്ച ശേഷം മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. കാട്ടാനകൾ പതിവായെന്നോണം ജനവാസ മേഖലയിൽ എത്തുന്ന സ്ഥിതിയുണ്ട്. ആനയുടെ സാന്നിധ്യമുള്ളയിടങ്ങളിൽ പോലും തൊഴിലാളികൾ അതിരാവിലെ തോട്ടങ്ങളിൽ ജോലിക്കിറങ്ങേണ്ടി വരുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും പരാതിയുണ്ട്. തൊഴിലാളിയായ ഷൈനി എന്ന സ്ത്രീ രാവിലെ 5 മണിക്കാണ് ഈ കൊളുന്തു കൊള്ളാനായിട്ട് സൂപ്പർവൈസർമാരെ വിളിച്ചു കൊണ്ടുപോയി. അവർക്കൊരു സമയവും ജോലിക്ക് ഒരു കൃത്യനിഷ്ഠതയില്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ടാറ്റ ടീ ഇടപെടുന്നത്. ഇതിന് ശക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ലേബർ ഓഫീസറുടെ ഭാഗത്തു നിന്നും അധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, അവർ 5 മണിക്കൊരു സ്ത്രീയാണ്, 5 മണിക്ക് പണിക്ക് പോകണം. ഇതിന് സമയമുണ്ട്, ഓരോ തൊഴിലിനും ഓരോ സമയമുണ്ട്. ആ സമയം കൃത്യനിഷ്ഠയും കാര്യങ്ങളും ലേബർ ഓഫീസർമാരും മറ്റുള്ളവരും പരിശോധിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട്. അതിൽ പരിശോധിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നടപടികളും മറ്റുള്ള കാര്യങ്ങളും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഒരു ഘോര സംഭവം നടന്നിട്ടേ ഇருக்கு. காட்டுமிருகங்கள் குறிப்பாக ஆனை இங்கே இருக்கக்கூடிய தொழிலாளிகளை துன்புறுத்துவது ஒரு நிலையாக கொண்டிருக்கு. அது எத்தனை முறை நம்ம சம்பந்தப்பட்ட அரசு அதிகாரிகளுக்கும் சர்க்காருக்கும் இதை பற்றி தெரிவித்து கூட சரியான தக்கதான நடவடிக்கைகள் எடுக்க முடியல. எல்லாம் கம்பெனி எடுக்குன்னு சொல்கிறது மாத்திரம் ஆகாது. வனவிலங்குகளை பாதுகாக்கக்கூடிய சட்டம் உண்டாக்குறது சர்க்கார். அதே மாதிரி அந்த பாதுகாப்பிலிருந்து அந்த மிருகங்களை எந்த அளவுக்கு பாதுகாக்கின்றதோ அதுபோல் அந்த நாட்டில் அங்கே இருக்கக்கூடிய ஜனங்களையும் பாதுகாக்கிறதுக்குள்ள உரிமை அந்த சர்க்காருக்கு இருக்கின்றது. ஆனால் அது சர்க்கார் ஏற்றுக்கொள்ளவில்லை. அதனால் தோட்டம் தொழிலாளர்கள் வேலைக்கு போகிறது பெரிய பயமாக இருக்கக்கூடிய சூழ்நிலையாக்கி இருக்கு. കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രദേശത്ത് നിയോഗിച്ചിട്ടുള്ള RRT സംഘം ഇവിടെ ആനകളെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രദേശത്ത് കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. 5 മാസമായി പീരുമേട് പോപ്സ് ടീ കമ്പനിയിലെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് INTUC, HRPE, KPW എന്നീ ട്രേഡ് യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. IICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ ശമ്പളം കുടിശ്ശിക തീർത്തു നൽകുന്നതിന് സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും EM ആഗസ്തി ആവശ്യപ്പെട്ടു. പീരുമേട് താലൂക്കിലെ പാമ്പനാർ, ഗ്രാമ്പി, തേങ്ങാക്കൽ, പശുമല, നെല്ലിമല, ഇഞ്ചാക്കാട്, മഞ്ചുമല തുടങ്ങിയ പോപ്സ് കമ്പനിയുടെ 7 ഡിവിഷനുകളിലുള്ള തോട്ടം തൊഴിലാളികൾക്കാണ് കഴിഞ്ഞ 5 മാസമായി ശമ്പളം നൽകാനുള്ളത്. ഇതോടെ 2000-ഓളം വരുന്ന തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയുടെ നടുവിലാണ്. ഏപ്രിൽ 15-ന് ശമ്പളം നൽകാമെന്ന് പറഞ്ഞിരുന്ന മാനേജ്മെന്റ് ഈ വാക്കും പാലിച്ചില്ല. വിഷുവും ഈസ്റ്ററും ഇത്തവണ തൊഴിലാളികൾക്ക് പട്ടിണിയുടേതായിരുന്നു. വിഷയം പരിഹരിക്കുന്നതിന് നാളുകളായി പ്രതിഷേധവും ഒപ്പം നിരവധി ചർച്ചകളും നടന്നെങ്കിലും ഫലമുണ്ടായിട്ടില്ല. ഇതോടെയാണ് സംയുക്ത സമരത്തിന് യൂണിയനുകൾ നേതൃത്വം നൽകിയത്. വണ്ടിപ്പെരിയാർ ടൗണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചർച്ചയിൽ മാനേജ്മെന്റിന് അനുകൂലമായ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചതെന്നും തൊഴിൽ വകുപ്പ് മന്ത്രി വ്യവസായ ബിനാമി സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും EM അഗസ്തി പറഞ്ഞു. അവർക്ക് കഴിഞ്ഞ 5 മാസക്കാലമായി അവർക്ക് ശമ്പളമില്ല. 3 ആഴ്ചയായി അവർക്ക് ചിലവ് കാശ് പോലുമില്ല. എന്നിട്ട് പോസ്റ്റൽ മാനേജ്മെന്റ് പറയുന്ന തൊഴിലാളി തൊഴിൽ ചെയ്യുന്നതാണ്. കൂലിയില്ലാതെ ജോലി ചെയ്യുന്നത് പറയുന്നത് അടിമത്ത സമ്പ്രദായമാണ്. അടിമ വ്യവസ്ഥയിലേക്ക് നാട് തിരിച്ചു പോകണമെന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ്, ആ മാനേജ്മെന്റ് നടപടി തിരുത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. തൊഴിലാളിക്ക് കൂലിയും കൊടുക്കണം, തൊഴിലും കൊടുക്കണം. അപ്പോൾ മാനേജ്മെന്റ് ഉത്തരവാദിത്തം.
അതുപോലെ തന്നെ തൊഴിൽ ഉറപ്പ് നൽകാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെന്റുകളാണ്. തൊഴിലാളികൾക്ക് തൊഴിലിന്റെ മിനിമം വേതനം ഉറപ്പു നൽകണം. കാലാകാലങ്ങളിൽ ഗവൺമെന്റ് അവരുടെ ജീവിത നിലവാരത്തിന് അനുസരിച്ചുള്ള ശമ്പളം പ്രഖ്യാപിക്കണം. കാലാകാലങ്ങളിൽ ശമ്പളാവർദ്ധന വേണ്ടിയുള്ള തൊഴിലാളിയുടെയും മാനേജ്മെന്റിന്റെയും തൊഴിലാളിയുടെ ആവശ്യത്തെ പരിഗണിക്കാൻ വേണ്ടി മാനേജ്മെന്റിനെ പ്രാപ്തരാക്കാൻ വേണ്ടി നിർബന്ധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്, സംസ്ഥാന തൊഴിൽ വകുപ്പാണ്. HRPE യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് അധ്യക്ഷനായിരുന്നു. INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ് സ്വാഗതം ആശംസിച്ചു. INTUC, HRPE, KPW എന്നീ ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്തു സംസാരിച്ചു. സിറ്റി വിഷൻ, പീരുമേട്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം M. ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. UDF ഭരണസമിതി മൂന്നാർ പഞ്ചായത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുന്നുവെന്നാണ് CPIMന്റെ ആരോപണം. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന UDF ഭരണസമിതി വിവിധ പദ്ധതികളുടെ പേരിൽ പഞ്ചായത്തിൽ അഴിമതി നടത്തുന്നുവെന്നാണ് CPM മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ ആരോപണം. കാലിവളർത്തൽ പദ്ധതി, ലാപ്ടോപ്പ് വിതരണം, വിവിധ ധനസഹായ വിതരണം തുടങ്ങി വിവിധ പദ്ധതികളിൽ UDF ഭരണസമിതി അഴിമതിയും കെടുകാര്യസ്ഥതയും നടത്തുന്നുവെന്നാരോപിച്ചായിരുന്നു CPMന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. CPM ജില്ലാ കമ്മിറ്റി അംഗം M. ലക്ഷ്മണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. கடந்த 15 வருடங்களாக மூணாரை ஆட்சி செய்திருக்கக்கூடிய பஞ்சாயத்து மாறி மாறி வரக்கூடிய தலைவர்களாக இருந்தாலும் கூட பாதிப்பு என்பது பொதுமக்களுக்கு தான் என்பதில் எந்த ஒரு சந்தேகமும் இல்லை. பஞ்சாயத்தில் வசிக்கக்கூடிய, பஞ்சாயத்து உள்பட்ட பகுதியில் வசிக்கக்கூடிய பொதுமக்களுக்கு தான் இந்த பாதிப்பு இருக்கிறதுல ஒரு சந்தேகமும் வேண்டாம். ஒன்னா எண்ணி சொல்லணும்னு சொன்னால் இன்னைக்கு சாயங்காலம் 5 மணி ஆனாலும் தீராது. ஒவ்வொரு தலைவர்களுக்கும் ஒவ்வொரு கோணத்துல ஒவ்வொரு நிலையில இந்த பஞ்சாயத்தின் பாகமாக இருக்கக்கூடிய அதிருப்தி இருக்கிறதுல ஒரு சந்தேகம் வேண்டாம். UDF ഭരണസമിതി മൂന്നാർ പഞ്ചായത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുന്നുവെന്ന പ്രതിഷേധത്തിൽ സംസാരിച്ചവർ ആരോപിച്ചു. വി. മാരിയപ്പൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് A. രാജ MLA, ജില്ലാ കമ്മിറ്റി അംഗം KK വിജയൻ, മൂന്നാർ ഏരിയ സെക്രട്ടറി R. ഈശ്വരൻ, S. സ്റ്റാലിൻ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. K. സുധാകരനെ അനുകൂലിച്ച തൊടുപുഴയിൽ ഫ്ലക്സ് ബോർഡുകൾ. തുടരണം ഈ നേതൃത്വം എന്ന പേരിലാണ് തൊടുപുഴയിൽ ഫ്ലക്സുകൾ ഉയർന്നത്. ധീരമായ നേതൃത്വം എന്നും ഫ്ലക്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് സുധാകരൻ അനുകൂല ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. തൊടുപുഴ നഗരത്തിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. സുധാകരനെ മാറ്റുന്നതിനായി AICC നേതൃത്വം തീരുമാനമെടുത്തതിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ സുധാകരനെ അനുകൂലിച്ച് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. സ്കൈലൈൻ ഇൻ എന്ന സ്ഥാപനം രാജക്കാട് ടൗണിൽ മിനി ഹോസ്പിറ്റലിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ AC, നോൺ AC റൂമുകളടക്കം സ്കൈലൈനിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം ഇനി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മുറികളാണ് പുതിയതായി പ്രവർത്തനം ആരംഭിച്ച സ്കൈലൈനിൽ ഒരുക്കിയിരിക്കുന്നത്. AC, നോൺ AC റൂമുകൾ, വിശാലമായ മുറിക്കുള്ളിൽ ആകർഷണീയമായ കിടക്കകൾ, ഡൈനിങ് ടേബിൾ, ബാത്റൂം എന്നിവയുമുണ്ട്. രാജാക്കാട് മിനി ഹോസ്പിറ്റലിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച സ്കൈലൈനിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് താമസ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ലോഡ്ജുകൾ ഇനിയും ഉണ്ടാവട്ടെ. ഈ ലോഡ്ജിന്, ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു.
ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ്, മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ജാതിമത സാമുദായിക നേതാക്കൾ തുടങ്ങിയവരും ബഹുജനങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായി വീട് പണിയൊക്കെ? ഒന്നും ആയില്ല. അമ്മക്ക് കുറച്ച് ട്രഡീഷണലാണ് വേണ്ടത്. അച്ഛനും അനിയനും കുറച്ചൊരു മോഡേൺ ടച്ച് വേണം. ചോയ്സ് ഉണ്ടല്ലോ. അതെ, പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടല്ലോ. അതല്ലടാ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചോയ്സ് ബിൽഡേഴ്സിനെ കുറിച്ചാണ്. അതെന്താ? നീ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരവരുടേതായ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ കൃത്യമായി സഹായിക്കാൻ പറ്റുന്നതും ചോയ്സ് ബിൽഡേഴ്സ് ആയിരിക്കും. ആണോ? കൊള്ളാലോ. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലിവേഷൻ, 3D ഡിസൈൻ, കൺസ്ട്രക്ഷൻ തുടങ്ങി എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിലാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അതും ഉത്തരവാദിത്തത്തോടും. ഇവിടെ സർവീസ് ഉണ്ടോ? പിന്നല്ലാതെ കേരളത്തിലെ എല്ലായിടത്തും അവർക്ക് സർവീസ് ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം ആയതിനാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ സമയത്ത് പണി തെറ്റ് താക്കോൽ അങ്ങോട്ട് കയ്യിലോട്ട് തരും. നീ അവരുടെ നമ്പർ ഒന്ന് തന്നെ. എടാ, ഈ നമ്പർ നീ ഒന്ന് നോട്ട് ചെയ്ത്. അപ്പൊ ഞാൻ എല്ലാം ഓക്കെ ആയിട്ട് നിന്നെ വിളിക്കാം. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. കോൺടാക്ട് 8606560526. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. വീണ്ടും വാർത്തകളിലേക്ക്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോതമേട് വ്യൂ പോയിന്റിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 28 ലക്ഷം രൂപ മുടക്കിയാണ് പദ്ധതി പോതമേട്ടിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. വിനോദസഞ്ചാര രംഗത്ത് സാധ്യതകൾ കണ്ടെത്തി വേറിട്ട പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന പള്ളിവാസൽ പഞ്ചായത്തിന്റെ പുതിയ ആശയമാണ് പോതമേട് വ്യൂ പോയിന്റിൽ നിർമ്മിച്ചിട്ടുള്ള കോട്ടയുടെ മാതൃകയിലുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതി. 28 ലക്ഷം രൂപ മുടക്കിയാണ് പദ്ധതി പോതമേട്ടിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ശുചിത്വ മിഷന്റെ ഫണ്ടും വിനിയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി MB രാജേഷ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ ഇടമലക്കുടി എത്തുന്നത് വരെ പുറം ലോകമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. ഇടമലക്കുടി എത്തിയപ്പോൾ വാർത്ത വന്നു, സുപ്രീം കോടതി A രാജയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ MLA എന്ന നിലയിൽ കഴിഞ്ഞ 4 കൊല്ലം നടത്തിയ മികച്ച പ്രവർത്തനം അദ്ദേഹത്തിന് ഇനിയും തുടരാം എന്ന് സുപ്രീം കോടതി വിധിയോടുകൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ A രാജ MLA അധ്യക്ഷത വഹിച്ചു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി EK ഷാജി, പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ശുചിമുറി, കഫേ, വിശ്രമ കേന്ദ്രം, വാച്ച് ടവർ എന്നിവയുൾപ്പെടുന്നതാണ് പോതമേട്ടിലെ ഫോർട്ട് മോഡൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി. സിറ്റി വിഷൻ, ആനച്ചാൽ. കുഞ്ചിത്തണ്ണി ടൗണിൽ ഇന്നലെ കനത്ത മഴയെ തുടർന്നുണ്ടായ മഴവെള്ളപ്പാച്ചിലിന് ഇടവരുത്തിയത് സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമെന്ന ആക്ഷേപം. പല വഴിയെ ഒഴുകേണ്ട വെള്ളം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു വഴിയെ ഒഴുകിയതാണ് ശക്തമായ വെള്ളപ്പാച്ചിലിന് കാരണമായതെന്ന് സമീപവാസികൾ പറയുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പള്ളിവാസൽ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോയും നൽകി.
ഇന്നലെ ഉച്ചയോടെ പെയ്ത ശക്തമായ മഴയിലായിരുന്നു കുഞ്ചിത്തണ്ണി ബൈസൺ വാലി റോഡിൽ കുഞ്ചിത്തണ്ണി ഫെഡറൽ ബാങ്കിന് സമീപം ശക്തമായ മഴവെള്ളപ്പാച്ചിലും വെള്ളമൊഴുക്കിനെ തുടർന്ന് റോഡിലേക്ക് മണ്ണിടിച്ചിലും ഉണ്ടായത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രദേശത്തു നിന്നും ചില ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളത്. കുഞ്ചിത്തണ്ണി രാജക്കാട് റോഡരികിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം മഴവെള്ളപ്പാച്ചിലിന് ഇടവരുത്തിയതായാണ് ആക്ഷേപം. പല വഴിയെ ഒഴുകേണ്ട വെള്ളം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു വഴിയെ ഒഴുകിയത് ശക്തമായ വെള്ളപ്പാച്ചിലിന് കാരണമായതായി സമീപവാസികൾ പറയുന്നു. 2014 വെള്ളപ്പൊക്കം പ്രളയം ഉണ്ടായ സമയത്ത് ഈ പ്രസ്തുത കെട്ടിടം നിന്ന സ്ഥലത്ത് ഒരു 9 മുറി ഷട്ടർ ഉണ്ടായിരുന്നു. ആ ഷട്ടറിൽ നിന്ന് ആ ഷട്ടർ അത് ഇടിഞ്ഞു വീണാണ് ഇവിടെ NSSന് ഒരു ഓഡിറ്റോറിയവും തൊട്ട് താഴെ യേശുദാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീടും ഇതെല്ലാം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയത്. അതേ സ്ഥലത്ത് ഇന്ന് ഇതേ പ്രസ്തുത വ്യക്തി പഞ്ചായത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റോപ്പ് മെമ്മോയും പഞ്ചായത്തും PWD സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്ന ആ സ്റ്റോപ്പ് മെമ്മോ ധിക്കരിച്ച് ഒരു വ്യക്തി പഞ്ചായത്ത് PWD കലുങ്ക് മുഴുവൻ അടച്ച് ഒരു കലുങ്കല്ല ഒരു മൊത്തം കലുങ്കും അടച്ച് അനധികൃത നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഈ കുഞ്ചിത്തണ്ണി ടൗണിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിന് തൊട്ട് താഴെ 20ഓളം കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. ഈ മണ്ണിടിഞ്ഞ് ഇന്നലെ ഇടിഞ്ഞ മണ്ണ് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരേലും ഒരു വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് എടുത്തുകൊണ്ട് ഓടും. അതുപോലെ വെള്ളമാണ് വന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഭിന്നശേഷിക്കാരിയായ കുട്ടിയുള്ളതാണ്. ഇതിന് താഴെ പ്രായമായ കാരണവന്മാരുള്ളതാണ്. 10-20 പേര് താമസിക്കുന്നതാണ്. ഈ ഒരു അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റാൻ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് വെള്ളം ഒഴുകി പോകേണ്ടുന്ന വഴിയിൽ തടസ്സമുണ്ടായതായി സമീപവാസികൾ ആക്ഷേപം ഉന്നയിക്കുന്നു. സംഭവത്തെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായി പള്ളിവാസൽ പഞ്ചായത്ത് അധികൃതരും അറിയിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ശ്മശാനത്തിൽ അതിക്രമിച്ചു കയറി ശവസംസ്കാരം നടത്തിയതായി പരാതി. രാജക്കാട് പഴയ വിടുതിയിൽ അവശ്യ ക്രൈസ്തവ സംരക്ഷണ സമിതിയുടെ അധീനതയിലുള്ള ശ്മശാനത്തിലാണ് സംഭവം. മറ്റൊരു സംഘടനയിൽപ്പെട്ട ചിലർ പുരോഹിതന്മാരുമായി ചേർന്ന് ശ്മശാനത്തിന്റെ പൂട്ട് തകർത്ത ശേഷം അകത്തുകയറി ശവസംസ്കാരം നടത്തുകയായിരുന്നുവെന്ന് അവശ്യ ക്രൈസ്തവ സംരക്ഷണ സമിതി രാജക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 1952 മുതൽ പട്ടികജാതിയിൽ നിന്നും മതപരിവർത്തനം നടത്തി ക്രിസ്തുമതം സ്വീകരിച്ചു വരുന്നവർക്ക് മാത്രമായി ഉപയോഗിച്ചു വരുന്നതാണ് ഈ ശ്മശാനം. രാജാക്കാട് പഞ്ചായത്തിലെ പഴയ വിടുതിക്കരികിൽ സർവേ 180/41 75 സെന്റ് സ്ഥലമാണിത്. മെയ് 6 സേനാപതിയിലെ 2 പുരോഹിതന്മാരായ ഫാദർ ബാബു ജേക്കബ്, ഫാദർ ജോർജ് ജേക്കബ് എന്നിവർ ചേർന്ന് തങ്ങളുടെ സമുദായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശ്മശാനത്തിന്റെ പൂട്ട് തകർത്ത ശേഷം അകത്ത് കടന്ന് ശവസംസ്കാരം നടത്തുകയായിരുന്നുവെന്നാണ് പരാതി. രാജാക്കാടുള്ള സേനാവതിയിലുള്ള ഫാദർ ബാബു ജേക്കബ് വെട്ടിക്കാട്ടിലും സഹോദരൻ റവറൻ ഫാദർ ജോർജ് ജേക്കബ് വെട്ടിക്കാട്ടിലും ചില ആളുകളും ഈ ഭൂമിയിൽ അനധികൃതമായി പ്രവേശിക്കുകയും ഗേറ്റ് സമിതി സ്ഥാപിച്ചിരുന്ന ഗേറ്റ് അറുത്തുമുറിച്ച് ഗേറ്റ് തള്ളി തുറന്ന് അതിനുള്ളിൽ പ്രവേശിച്ച് അനധികൃതമായി അവിടെ ബോഡി മറവ് ചെയ്തിട്ടുള്ളതാണ്. ശ്മശാനത്തിൽ അതിക്രമിച്ച് കയറി സംസ്കാരം നടത്തിയവർക്കെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവശ്യ ക്രൈസ്തവ സംരക്ഷണ സമിതി രാജാക്കാട് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ്. രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സമിതി ഭാരവാഹികളായ KC ഷാജി, M ജോർജ് കുട്ടി, PI അനിൽ, ജിജോ K ജോസ്, NJ സണ്ണി, PY റോയി, ND ജോൺ, ജോയി മാത്യു എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ അടിമാലി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംഘടനാ ജില്ലാ സെക്രട്ടറി P രാജാറാം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളികളെ ജീവനക്കാരായി അംഗീകരിക്കുക, വേതനം വർദ്ധിപ്പിക്കുക, ലേബർ കോഡ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ അടിമാലി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംഘടനാ ജില്ലാ സെക്രട്ടറി P രാജാറാം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനമായി ഈ സമരത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായിട്ടുള്ള വിവിധ സ്കീമുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, അവരെ ജീവനക്കാരായി അംഗീകരിക്കുക, അതുപോലെ തന്നെ അവർക്ക് എല്ലാവിധ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, അവരുടെ വേതനം വർദ്ധിപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്
ഇന്നത്തെ ഈ മെയ് 7-ന് തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ യൂണിയന്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം സംഘടിപ്പിക്കപ്പെടുന്നു. സമരത്തിൽ ജില്ലാ പ്രസിഡന്റ് തങ്കമ്മ ശിവൻ അധ്യക്ഷയായി. ജില്ലാ ട്രഷറർ CK ശൈലജ, VB മോഹനൻ, TK സുദേശ് കുമാർ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. മാനസിക രോഗിയായ യുവാവിന്റെ പരാക്രമം നാട്ടിൽ പരിഭ്രാന്തി പരത്തുന്നു. മാനസിക രോഗിയായ യുവാവ് വ്യാപകമായ കൃഷികൾ വെട്ടിനശിപ്പിച്ചു. ഉപ്പുതറ ലോണ്ടറിയിലാണ് മാവുങ്കൽ മണികണ്ഠൻ എന്ന യുവാവ് ഏലച്ചെടികളും കുലച്ച് വെട്ടാൻ പാകമായ 25 വാഴകളും വെട്ടിനശിപ്പിച്ചത്. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമായിരുന്നു യുവാവിന്റെ ആക്രമണം. ലോണ്ടറി മാവുങ്കൽ മണികണ്ഠൻ എന്നയാളാണ് പരാക്രമം നടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെ എത്തിയ യുവാവ് വിളവെടുപ്പിന് ഭാഗമായ ഏത്തവാഴകളും 250 ചുവട് ഏലച്ചെടികളും വെട്ടിനശിപ്പിച്ചു. അയൽക്കാരിയായ വീട്ടമ്മയെ വീട്ടിലെ ഗേറ്റ് തകർത്ത് വീട്ടിനുള്ളിൽ കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടൊപ്പം 25-ലധികം വരുന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ്സിൽ സ്ഥാപിച്ചിരുന്ന ഹോസുകളും ഇയാൾ വെട്ടിനശിപ്പിച്ചു. സമീപത്തെ വിവാഹ വീട്ടിലെത്തിയ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീട്ടമ്മ രക്ഷപ്പെട്ടത്. ഒരു അമ്മയും മകനുമാണ് മേലത്തെ അയലൊക്കെ വീട്ടിൽ താമസിക്കുന്നത്. അവർ എന്നും കൂട്ടായിട്ടൊക്കെ വന്ന് എല്ലാവരോടും പ്രശ്നമാണ്. 2 ആഴ്ച മുമ്പ് ഈ കടകളിൽ കയറി കത്തി വീശുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ട് ആരും പ്രതികരിച്ചില്ല. കഴിഞ്ഞ ദിവസം ഒരു 2 മണി സമയത്ത് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഞാനും എൻ്റെ മകൻ്റെ പിള്ളേർ 2 പേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ വന്ന് ഗേറ്റ് ചവിട്ടി പൊളിക്കുകയും അത് കഴിഞ്ഞിട്ട് കത്തി എടുത്ത് വീശി പേടിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും കയറി 50 മൂട് ഏലം കളഞ്ഞു. ഇന്നലെ ഒരു 7 മണിയായപ്പോഴത്തേക്കും ഇവൻ വീട്ടിൽ വന്ന് കയറി എന്നെ അടുക്കള വെച്ച് ഞാൻ അടുക്കള നിൽക്കുകയായിരുന്നു. ഒരു പട്ടിയെ കഷ്ണം എടുത്തുകൊണ്ട് വന്ന് കൊല്ലാൻ ശ്രമിച്ചു. വീട്ടിലാളുണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം 23 ജംഗ്ഷനിലെ വ്യാപാരികളെ വാക്കത്തി വീശി ഭീഷണിപ്പെടുത്തുകയും അയൽവീടുകളിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ഷീറ്റുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഉപ്പുതറ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഇയാളുടെ പരാക്രമത്തിൽ വീടിന് വെളിയിൽ ഇറങ്ങാൻ പോലും ഭയന്നാണ് അയൽക്കാർ ജീവിക്കുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ MLA S രാജേന്ദ്രന്റെ കയ്യിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത കെട്ടിടത്തിൽ സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസ് തുറന്ന റവന്യൂ വകുപ്പ്. പരുന്തുപാറ കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കും. ജീവനക്കാരുടെ വിവരങ്ങൾ തേടി രേഖകൾ ഏറ്റെടുത്ത വിജിലൻസ്. കാട്ടാനക്കലിയിൽ വീണ്ടും സ്ത്രീ തൊഴിലാളിക്ക് പരിക്ക്. പരിക്കേറ്റത് മൂന്നാർ കടലാർ ഡിവിഷനിലെ ഷൈനിക്ക്. ആക്രമണം തോട്ടത്തിലേക്ക് പോകും വഴി. അഞ്ച് മാസമായി ശമ്പളമില്ല. പീരുമേട് പോപ്സ് കമ്പനിക്കെതിരെ ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധം. സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവരെ മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം.
കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.